സ്ത്രീയെ വിട്ടുപിരിയാൻ അല്ലെ, ഉർവശിയെ വിട്ടുപിരിയാൻ സാധിക്കാത്ത ഒരു മനസ്സാണ്. എല്ലാ ശാസ്ത്രങ്ങളും അറിയാവുന്ന ആളായിരുന്നു പുരൂരവസ്. പക്ഷേ നോക്കണേ, ആ വന്ന ദൗർഭാഗ്യങ്ങളൊക്കെ നോക്കണം അല്ലെ. അടുത്ത കഥ ഏതാണ്? യയാതി മഹാരാജാവിന്റെ കഥയാണ്. ആ യയാതി മഹാരാജാവിന്റെ കഥയിലോട്ട് നോക്കുമ്പോഴും ഇത് തന്നെയാണ്, വൈകാരിക തലങ്ങൾ ശോഷിച്ചിരിക്കുന്നതായിട്ട് കാണാം. അതായത് വൃഷപർവാവ് എന്ന് പറയുന്ന രാജാവിന്റെ കൊട്ടാരത്തിൽ അസുരന്മാരുടെ ഗുരുവായിരിക്കുന്ന ശുക്രമഹർഷി തന്റെ പുത്രിയായിരിക്കുന്ന ദേവയാനിയെ കൂട്ടിച്ചെന്നു. ആദ്യത്തെ മര്യാദ അനുസരിച്ച് ശുക്രാചാര്യരെ പുത്രിയെയും ആദരിച്ചു, കൊട്ടാരത്തിൽ വസിപ്പിച്ചു. അങ്ങനെ ഈ വൃഷപർവാവിന് ഒരു പെൺകുട്ടിയുണ്ട്, ഒരു പുത്രിയുണ്ട്, ശർമ്മിഷ്ഠാദേവി. ഈ ശർമ്മിഷ്ഠാദേവിക്കും ഈ ശുക്രാചാര്യ പുത്രനായിരിക്കുന്ന ദേവയാനിക്കും സമപ്രായമാണ്. അവർ യൗവനത്തിലോട്ട് കാലെടുത്ത് വെച്ചപ്പോൾ ഒരിക്കൽ അവരുടെ തോഴിമാരോടും കൂടി അവർ കേളിവിലാസങ്ങൾക്ക് വേണ്ടി പൊയ്കയിലിറങ്ങി, നദിയിലിറങ്ങി. അവരുടെ വസ്ത്രങ്ങളൊക്കെ അടിച്ച് കരക്കി വെച്ചു. ആരുടെയാണ്? ദേവയാനിയുടെയും ശർമ്മിഷ്ഠയുടെയും വസ്ത്രങ്ങളൊക്കെ അടിച്ച് കരക്കി വെച്ചിട്ട് അവർ കേളിവിലാസങ്ങൾ അത് വേണ്ടിയിട്ട് നീരാടുവാൻ വേണ്ടിയിട്ട് അവർ നദിയിലിറങ്ങി. ആ സമയത്ത് ആകാശചാരികളായി പാർവതി പരമേശ്വരന്മാർ സഞ്ചരിക്കുന്നതായിട്ട് ആര് കണ്ടു? ഗുരുപുത്രിയായിരിക്കുന്ന ദേവയാനി കണ്ടു. നദിയിലിറങ്ങി കുളിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ഉള്ളോട്ട് നോക്കിയപ്പോൾ പാർവതി പരമേശ്വരന്മാർ യാത്ര ചെയ്തു പോകുന്നു. ആ പാർവതി പരമേശ്വരന്മാരുടെ ശാപം കിട്ടും എന്ന് ബോധ്യപ്പെട്ട ആ ദേവയാനി ശർമ്മിഷ്ഠ വിളിച്ചു കാണിച്ചു. ശർമ്മിഷ്ഠ എന്ത് ചെയ്തു? പെട്ടെന്ന് ഭയപ്പെട്ട് ഓടി കരക്കോട്ട് കയറി ശർമ്മിഷ്ഠയുടെ വസ്ത്രം ഏതാണ് അപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. ദേവയാനിയുടെ വസ്ത്രം എടുത്തു കൊടുത്തു. ദേവയാനി കരക്കോട്ട് കയറി വന്നപ്പോൾ ദേവയാനിയുടെ വസ്ത്രം കൊടുത്തോണ്ട് നിൽക്കും. ആരാ? ശർമ്മിഷ്ഠ. ഈ കുപിതയായിത്തീർന്നു ഗുരുപുത്രി ദേവയാനി. അതൊരു വഴക്കായി മാറി. അവസാനം ആ വഴക്കങ്ങ് മൂത്തു. എന്നിട്ട് രാജപുത്രിയായിരിക്കുന്ന ശർമ്മിഷ്ഠ തൊട്ടടുത്തുള്ള ഒരു പൊട്ടക്കിണറ്റിലോട്ട് ദേവയാനിയെ തള്ളിയിട്ടു. തോഴിമാരോടും കൂടി ശർമ്മിഷ്ഠാദേവി പ്രാർത്ഥിച്ചെന്നു. അപ്പോൾ ദേവയാനിയെ കാണാനില്ല. രഹസ്യമായിട്ട് വൃഷഭർവാവ് ചോദിച്ചു, എവിടെയേ ദേവയാനി? ഉണ്ടായ സംഭവമൊക്കെ വൃഷഭർവാവിനോട് ശർമ്മിഷ്ഠ പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു. ഇത് ശുക്രാചാര്യോട് പറയാൻ പറ്റുമോ? പറ്റില്ല, പറഞ്ഞ കുഴപ്പമുണ്ടാകും. ശുക്രാചാര്യ അറിയാതെ രഹസ്യചാരന്മാരെ വിട്ട് അന്വേഷിപ്പിച്ചു. പക്ഷെ ഇന്നും കണ്ടില്ല. 2 ദിവസം കഴിഞ്ഞു. 2 ദിവസവും ജലപാനം പോലും ചെയ്യാതെ പൊട്ടക്കലത്തിൽ അകപ്പെട്ടു പോയി കിടക്കുകയാണ്. 3-ാം ദിവസം മൃഗയാവിനോദം ആയിട്ട് മൃഗങ്ങളെയൊക്കെ വേട്ടയാടാൻ വേണ്ടിയിട്ട് യയാതി രാജാവ് അവിടെ എത്തിച്ചേരുകയാണ്. അപ്പോൾ 3-ാം ദിവസമായപ്പോൾ തന്നെ ഇനി ആരെങ്കിലും രക്ഷിക്കുന്നെങ്കിൽ രക്ഷിക്കട്ടെ എന്ന് വിചാരിച്ച് അവിടെ കിടന്ന് സുന്ദരമായിട്ടൊരു ഗാനം ആരംഭിച്ചു. ആരാ? ദേവയാനി. ആ ദേവയാനിയുടെ ആ ഗാനത്തിന്റെ ആ ശബ്ദമാധുര്യം ഈ യയാതിയുടെ കർണങ്ങളിൽ, ഈ കൊടുങ്കാട്ടിൽ ആരാണ് ഇത്ര മാധുര്യമയോടുകൂടി പാടുന്നത്? അന്വേഷിച്ച് വന്ന് നോക്കിയപ്പോൾ പൊട്ടക്കിണത്തിൽ കണ്ടു അർത്ഥനഗ്നയായിരിക്കുന്ന സുന്ദരിയായിരിക്കുന്ന ഒരു സ്ത്രീയെ. എന്ത് ചെയ്തു യയാതി? തന്റെ ഈ മേൽവസ്ത്രം എടുത്ത് പൊട്ടക്കിണറ്റിലോട്ട് ഇട്ട് കൊടുത്തു. അത് ദേവയാനി പിടിച്ചിട്ട് എന്ത് ചെയ്തു? അർത്ഥനഗ്നത മറച്ചു. എന്നിട്ട് തന്നെ രക്ഷിക്കാൻ വേണ്ടി കൈനീട്ടി. യയാതി മഹാരാജാവ് ദേവയാനിയുടെ കൈ പിടിച്ച് അന്തർഗോപത്തിൽ നിന്ന് കരക്കേറ്റി. അവർ തമ്മിൽ പരസ്പരം പരിചയപ്പെട്ടു. ഞാൻ യയാതി മഹാരാജാവ്, ഞാൻ ഗുരുപുത്രിയാണ്, എന്റെ പേര് ദേവയാനി. അവർ പരസ്പരം സംസാരിച്ചു. അവസാനം ദേവയാനി യയാതിയോട് പറഞ്ഞു, ഹേ ചക്രവർത്തി, അങ്ങ് എന്റെ പാണിഗ്രഹണം നടത്തി എനിക്ക് വസ്ത്രവും പുടവയും ദാനം ചെയ്തിരിക്കുന്നു. ഇത് രണ്ടും വിവാഹത്തിന്റെ കർമ്മങ്ങളാണ്. എന്താണ് പാണിഗ്രഹണം? ഇങ്ങനല്ലേ? വിവാഹത്തിൽ പാണിഗ്രഹണമല്ലേ? അത് വിവാഹത്തിൽ ചടങ്ങല്ലേ? വസ്ത്രം കൊടുക്കില്ലേ വിവാഹത്തില്? വസ്ത്രദാനം ഉണ്ടല്ലോ, ശരിയല്ലേ? എന്താ പറയുന്നത്? മന്ത്രകോടി ദാനം ചെയ്യാറില്ലേ? ഉണ്ട്. ഇത് രണ്ട് വിവാഹത്തിന്റെ കർമ്മമല്ലേ? അതുകൊണ്ട് അങ്ങനെ എന്നെ പാണിഗ്രഹം ചെയ്യണം, വിവാഹം കഴിക്കണം. അപ്പോൾ യയാതി മഹാരാജാവ് ചിന്തിച്ചു, എങ്ങനെ ഈ ദേവയാനി ബ്രാഹ്മണ സ്ത്രീയാണ്, താനോ ക്ഷത്രിയനെ ബ്രാഹ്മണ സ്ത്രീ വിവാഹം കഴിക്കാൻ വേദം അനുശാസിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ യയാതിയുടെ മനസ്സ് വായിച്ചറിഞ്ഞ ദേവയാനി പറഞ്ഞു, ഹേ രാജശ്രേഷ്ഠ, അങ്ങ് അതുകൊണ്ടൊന്നും വിഷമിക്കണ്ട. എനിക്ക് ഈ ജന്മത്തിൽ ഒരു ബ്രാഹ്മണ യുവാവിനെ ഭർത്താവായിട്ട് കിട്ടത്തില്ല. ബൃഹസ്പതിയുടെ പുത്രനായിരിക്കുന്ന കചൻ എന്നെ ശപിച്ചിട്ടുണ്ട്. ദേവയാനി പറയുക, ബൃഹസ്പതിയുടെ പുത്രനായിരിക്കുന്ന കചൻ എന്നെ, കച ദേവയാനി
കഥകളിയൊക്കെ കണ്ടിട്ടുണ്ടാവും, ഗജദേവയാനി ഇല്ലേ? അതൊരു കഥയാണ്. നമുക്ക് അങ്ങോട്ട് പോയാൽ ഇനി ഇങ്ങോട്ട് വരാൻ പറ്റില്ല അല്ലേ? ഇതവിടെ നിൽക്കട്ടെ. അപ്പോൾ എന്ത് ചെയ്തു? അതുകൊണ്ട് അങ്ങ് വിഷമിക്കണ്ട. ഇത് കേട്ടപ്പോൾ യയാതി മഹാരാജാവിന് കുറച്ച് ആശ്വാസമായി. ഇനി ആരുടെ അനുവാദം വേണം? ശുക്രാചാര്യയുടെ അനുവാദമാണ്. ദേവയാനിയും കൂട്ടിക്കൊണ്ട് വൃഷഭർമാവിന്റെ കൊട്ടാരത്തിൽ ചെന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും സന്തോഷമായി കാണാതിരുന്ന ദേവയാനെ കണ്ടുകിട്ടി. ഉണ്ടായ വാർത്തകളൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ശുക്രാചാര്യന്റെ ദേവയാനി പറഞ്ഞു, പിതാവേ, ഈ നിൽക്കുന്ന രാജപുത്രിയാണ് തനിക്ക് ദുഃഖമുണ്ടാക്കിയത്. ഇവളാണ് എന്നെ അന്ധകൂപത്തിലൂടെ തള്ളിയിട്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം ഇവൾ ചെയ്തു തരണം. ഉടനെ വൃഷഭർമാവ് ഒന്നും മിണ്ടിയില്ല. കാരണം അനർത്ഥമുണ്ടാകും, ശുക്രന്റെ ശാപം കിട്ടും എന്ന് മനസ്സിലാക്കി വൃഷഭർമാവ് മിണ്ടാതെ നിന്നേയുള്ളൂ. ശുക്രാചാര്യ ദേവയാനിക്ക് അനുവാദം കൊടുത്തു. എന്താണ് വേണ്ടത് പറയാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, പിതാവേ, ഇവൾ ഇന്നു മുതൽ എന്റെ ദാസിയാണ്. ആരാ? ശർമ്മിഷ്ഠ. ഇവൾ ഇന്നു മുതൽ എന്റെ ദാസിയാകണം. മറുത്തൊന്നും ആരും പറഞ്ഞില്ല. അപ്പോൾ അത് സമ്മതിച്ചു. അല്ലെങ്കിൽ ശുക്രന്റെ കോപത്തിന് ഇരയാകും. വൃഷഭർമാവിനറിയാം. അവസാനം ചെയ്തു, ഈ 2 കുട്ടികളെയും ദേവയാനിയും ശർമ്മിഷ്ഠയും യയാതി മഹാരാജാവിന് വിവാഹം കഴിച്ചു കൊടുക്കുകയാണ്. 2 പേരെയും തന്റെ കൊട്ടാരത്തിൽ കൊണ്ടുപോയി 2 ഗ്രഹങ്ങൾ എല്ലായിട്ട് പാർപ്പിച്ചു. കുറച്ചു കാലം കഴിഞ്ഞപ്പോഴത്തേക്ക് യയാതി മഹാരാജാവിന് ദേവയാനിയിൽ ഒരു പുത്രനുണ്ടായി. ആ പുത്രന്റെ പേരാണ് യദു. രണ്ടാമതൊരു പുത്രൻ കൂടി ഉണ്ടായി. ആ പുത്രന്റെ പേരാണ് തുർവശു. ഈ ദേവയാനിക്ക് 2 പുത്രന്മാരുണ്ടായപ്പോൾ ദേവയാനി അറിയാതെ ശർമ്മിഷ്ഠയിൽ യയാതി മഹാരാജാവിന് 3 കുട്ടികളുണ്ടായി. ദേവയാനി അറിഞ്ഞിട്ടില്ല. 2 ഗ്രഹങ്ങളിലായിട്ടാണ് പാർപ്പിച്ചിരിക്കുന്നത്. ദേവയാനിക്ക് 2 കുട്ടികൾ ഉണ്ടായപ്പോഴത്തേക്ക് ദേവയാനി അറിയാതെ ശർമ്മിഷ്ഠ ദേവിയിൽ യയാതി മഹാരാജാവിന് 3 കുട്ടികളുണ്ട്, ആൺകുട്ടികൾ. ദൃഹ്യു, അനുദൃഹ്യു, പൂരു. അങ്ങനെ 5 ആൺമക്കളാണ്. അപ്പോൾ ഈ വിവരം അറിഞ്ഞു. കാരണം കരാറ് തെറ്റിച്ചു. ഇവൾ എന്റെ ദാസിയായിട്ടായിരിക്കേണ്ടത്. അതിന് പകരം എന്ത് ചെയ്തു? അവളെ യയാതി പാണിഗ്രഹണം ചെയ്തെങ്കിലും അവളോട് സംഘം ചെയ്ത് ഇപ്പോൾ പുത്രോത്പാദനം നടത്തി. അത് ദേവയാനിക്ക് ഹിതമല്ല. ഉടനെ എന്ത് ചെയ്തു? യയാതിയുടെ കൊട്ടാരത്തിൽ നിന്ന് നേരെ പോയി. എങ്ങോട്ട് പോയി? പിതാവിന്റെ അടുത്ത് പോയി ശുക്രാചാര്യ പറഞ്ഞു ഉണ്ടായ സംഭവമൊക്കെ. ഉടൻ തന്നെ ശുക്രാചാര്യൻ എന്ത് ചെയ്തു? തന്റെ കമണ്ഡലിൽ നിന്ന് തീർത്ഥജലമെടുത്ത് ഒരു ശാപം വെച്ചു കൊടുത്തു യയാതി മഹാരാജാവിന്. എന്താണ്? ഹേ യയാതി മഹാരാജാവേ, അങ്ങക്ക് ജരാനരകൾ ബാധിച്ചു പോട്ടെ, ജരാനരകൾ ഉണ്ടാവട്ടെ. യൗവനത്തിൽ ജരാനരയുണ്ടായി. ഈ ശുക്രമഹർഷിയുടെ ശാപം കൊണ്ട് ശാപഗ്രസ്തനായിരിക്കുന്ന യയാതി മഹാരാജാവ് അറിഞ്ഞ് ഉടൻ തന്നെ കൊട്ടാരത്തിൽ എത്തിച്ചേർന്നു. ശുക്രന്റെ കാൽക്കൽ വീണു. ഇതിന് പ്രായശ്ചിത്തം, പരിഹാരം എന്താണ്? അവിടെ തന്നെ അനുഗ്രഹിക്കണം, ശാപഗ്രസ്തനാക്കണം. ഈ യയാതി മഹാരാജാവിന്റെ ദുഃഖാവസ്ഥ കണ്ട ശുക്രാചാര്യർ അരുളി ചെയ്തു, ഹേ യയാതി മഹാരാജാവേ, അങ്ങക്ക് 5 പുത്രന്മാരുണ്ട്. ആ 5 പുത്രന്മാരിൽ അതിൽ ആരെങ്കിലും അങ്ങക്ക് അവരുടെ യൗവനം നൽകിയിട്ട് അങ്ങയുടെ വാർദ്ധക്യത്തെ ആർക്കെങ്കിലും സ്വീകരിക്കാൻ കഴിവുണ്ടെങ്കിൽ അങ്ങ് വാങ്ങിച്ചോളാൻ പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ടെ. അപ്പോൾ ആശ്വാസമായി. ഒരച്ഛന്റെ ആശ്വാസമാണ്. 5 ആൺമക്കളുണ്ട്. ആരുടെയെങ്കിലും യൗവനം നൽകുമെന്ന് ഈ യയാതി മഹാരാജാവ് വിചാരിച്ചു. നമ്മളൊക്കെയാണ്, നമ്മുടെ അച്ഛന്മാരൊക്കെ എങ്ങനെയാണ് അല്ലേ? 4-5 മക്കളുണ്ടെങ്കിൽ ഏതായാലും ഒരു കുഞ്ഞ് എന്നെ സംരക്ഷിക്കും അല്ലേ? ഓരോ പിതാവിന്റെയും ഓരോ മാതാവിന്റെയും ചിന്തയതല്ലേ? 2-3 കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഒരാളെങ്കിലും തന്നെ തങ്ങളെ നോക്കും, മാതാപിതാക്കളെ നോക്കും എന്നൊക്കെ ചിന്തയാണ്. ആ ചിന്തയാണ് യയാതിയിൽ ഉണ്ടായത്. ഉടനെ എന്ത് ചെയ്തു? തന്റെ സ്വഗ്രഹത്തിൽ ചെന്നു, കൊട്ടാരത്തിൽ ചെന്നു. ഇങ്ങനെ ചോദിച്ചു. മൂത്ത പുത്രനെ വിളിച്ചു. ദേവയാനിയുടെ മൂത്ത പുത്രനെ യദുവിനെ വിളിച്ചു. യദു, നീ അച്ഛന്റെ ആഗ്രഹത്തെ സാധിച്ചു തരണം. അച്ഛന്റെ ആഗ്രഹം അറിഞ്ഞു ചെയ്യുന്ന പുത്രൻ ഉത്തമൻ, അച്ഛൻ പറഞ്ഞിട്ട് ചെയ്യുന്നവൻ മധ്യമൻ, അച്ഛൻ പറഞ്ഞിട്ടും ചെയ്യാത്തവൻ. ഭാഗവതം പറയുന്നത് താതന്റെ മലമല്ലോ എന്നാണ് ഭാഗവതം പറയുകയാണ്. അപ്പോൾ ആ പുത്രന്റെ മഹത്വം, പുത്രൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? രാമായണം പഠിക്കുമ്പോൾ അറിയാം. പുന്നാമമാകുന്ന നരകത്തിൽ നിന്ന് തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്ന ശബ്ദം വിധിച്ചു ശതപത്ര സമുദ്ഭവൻ. ശരിയല്ലേ? പുത്രശബ്ദത്തിന്റെ വ്യാപ്തി അത്രയുണ്ട്. ഈ പിതാവിനെ നരകങ്ങളിൽ നിന്ന് ഉയർത്തി സ്വർഗീയ സുഖഭോഗങ്ങളിലോട്ട്, സുഖാനുഭവത്തിലോട്ട് നയിക്കാൻ കെൽപ്പുള്ള ആളാണ് പുത്രൻ. പുന്നാമമാകുന്ന നരകം, ആ നരകത്തിൽ നിന്ന് തന്നുടെ താതനെ ത്രാണനം ചെയ്യുകയാൽ പുത്രൻ എന്ന ശബ്ദം വിധിച്ചു.
ബ്രഹ്മദേവൻ ശതപത്ര സമുദ്ഭവൻ, 1000 ഇതളുള്ള താമരയുടെ മധ്യത്തിലിരിക്കുന്നു. അതാണ് ശതപത്ര സമുദ്ഭവൻ എന്ന് പറയാൻ കാര്യം. ചിന്തിച്ചു നോക്കിക്കേ. അപ്പോൾ അങ്ങനെയുള്ള യയാതി മഹാരാജാവ് യദുവിനോട് പറഞ്ഞു. യദു സമ്മതിച്ചില്ല. യദു പറഞ്ഞു, പിതാവേ, എന്റെ യൗവനം എനിക്ക് അനുഭവിക്കാനുള്ളതാണ്. ഉടനെ എന്ത് ചെയ്തു? തുർവശിനെയും വിളിച്ചു. തുർവശിയും സമ്മതിച്ചില്ല. 4 പുത്രന്മാരെയും വിളിച്ചു. ദൃഹ്യുവിനെ വിളിച്ചു, സമ്മതിച്ചില്ല. അനിത്യഗിരിയെ വിളിച്ചു. ഈ 4 പേരെയും എന്ത് ചെയ്തു? യയാതി മഹാരാജാവ് രാജ്യഭ്രഷ്ടന്മാരാക്കി കളഞ്ഞു. രാജ്യത്തിൽ നിന്ന് ആട്ടിപ്പുറത്താക്കി. നിരാലംബരായി അവർ തലസ്ഥാനം തുർവശി മഹാതപസ്സിലോട്ട് പോയി. യയാതി മഹാരാജാവ് കൊടുങ്കാട്ടിലോട്ട് പോയി. 5ാമത്തെ പുത്രനെ വിളിച്ചു, പൂരുവിനെ വിളിച്ചു. അച്ഛന്റെ ഇംഗിതം എന്തെന്ന് മനസ്സിലാക്കിയ പൂരു എന്ത് ചെയ്തു? പൂരുവിന്റെ യൗവനത്തെ പിതാവായിരിക്കുന്ന യയാതി മഹാരാജാവിന് പകർന്നു കൊടുത്തിട്ട് ആ പിതാവിന്റെ വാർദ്ധക്യത്തെ പൂരുവിന് സ്വീകരിച്ചു. ഭാഗവതം പറയുന്നത് അനേക നാള് പൂരുവിന്റെ യൗവന സുഖങ്ങൾ, യൗവന ശക്തി ആ പിതാവായിരിക്കുന്ന യയാതി മഹാരാജാവ് അനുഭവിച്ചു. ആ അനുഭവം അതെല്ലാം പൂർണ്ണമായി ആസ്വദിച്ചതിന് ശേഷം തനിക്കിതൊക്കെ മതി, ഇന്ദ്രിയ സുഖഭോഗങ്ങൾ മതി എന്ന് മനസ്സിലാക്കിയ യയാതി മഹാരാജാവ് എന്ത് ചെയ്തു? പൂരുവിന്റെ അടുക്കൽ ചെന്നു. പുത്ര, നീ എടുത്തു വരാൻ പറഞ്ഞു. ഇതാ നിന്റെ യൗവനത്തെ ഞാൻ അങ്ങോട്ട് നൽകുന്നു, നീ എന്റെ വാർദ്ധക്യത്തെ ഇത് അന്നേകം പറഞ്ഞു. അങ്ങനെ പൂരുവിന്റെ യൗവനത്തെ തിരിച്ചു കൊടുത്തു. ആ യയാതിയുടെ വാർദ്ധക്യത്തെ പൂരു തിരിച്ചു കൊടുത്തു. ആ പൂരുവിനെ, ആ ചന്ദ്രവംശത്തിന്റെ അടുത്ത തലമുറയാണ് പൂരു ചക്രവർത്തി. ആ പൂരുവിനെ ചന്ദ്രവംശത്തിന്റെ യുവരാജാവായിട്ട് യയാതി മഹാരാജാവ് അഭിഷേകം ചെയ്തു. യയാതി വനാന്തരത്തിലോട്ട് പോയി വാനപ്രസ്ഥനായിട്ട് കുറെ നാൾ ജീവിച്ചു. അത് കഴിഞ്ഞ് മഹാസന്യാസത്തിലോട്ടൊരു പരിവ്രാജകനായിട്ട്, മോക്ഷാർത്ഥിയായിട്ട് ശരണാഗതി അടഞ്ഞു ഭഗവാനിൽ വിലയം പ്രാപിച്ചു. ഈ യദു എന്ത് ചെയ്തു? യദു ഘോരമായിട്ടുള്ള വനത്തിലോട്ട് പോയപ്പോൾ അവിടെ ഒരു കാഴ്ച കണ്ടു. ഘോര സിംഹങ്ങള്, പുലി, കടുവ, ജന്തുക്കളൊക്കെ ഉള്ള കാട്ടിലോട്ട് പോയപ്പോൾ കുറെ അലഞ്ഞു തിരിഞ്ഞ് നടന്നപ്പോൾ ആ വനമധ്യത്തിൽ വെച്ച് ദിവ്യനായിരിക്കുന്ന ഒരു ഋഷീശ്വരനെ കണ്ടു. ദത്താത്രേയ മഹർഷി. ആ മഹർഷിയുടെ പാതകൾ വീണ് നമസ്കരിച്ചു. ആ ഋഷീശ്വരന്റെ മുഖത്തോട്ട് നോക്കിയപ്പോൾ ഒരു ഭയവുമില്ല. ദത്താത്രേയന് നല്ല സന്തോഷം. അപ്പൊ ചോദിച്ചു, ഋഷിവര്യ, അങ്ങ് ഈ കൊടുങ്കാട്ടിൽ ഇത്രയും സന്തോഷവാനായിരിക്കാനുള്ള കാരണം എന്താണ്? അത് തന്നെയല്ല, ഞാൻ അങ്ങയുടെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഈ യദുവിനെ ശിഷ്യനാക്കി പരമജ്ഞാനത്തിന് പാത്രമാക്കി. ആര്? ദത്താത്രേയ മഹർഷി.